അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ 4 നോമ്പ് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു. പരിശുദ്ധ റമളാൻ മാസത്തിന്റെ 5-ാമത്തെ തറാവീഹ് നമസ്കാരവും നിർവഹിച്ചു. 5-ാമത്തെ പകലിലാണ് നാം ഓരോരുത്തരും പ്രവേശിച്ചിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അടിമകളോട് ഒരു മാതാവ് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനോടുള്ള സ്നേഹം, അതിനോടുള്ള താല്പര്യത്തെക്കാൾ 100 ഇരട്ടി താല്പര്യമാണ് ഉടമസ്ഥനായ അള്ളാഹുവിന് അടിമയായ ഒരു ആണിനോടും പെണ്ണിനോടും അള്ളാഹുവിനുള്ളത്. മഹാനായ അബൂ സുലൈമാൻ ഉദ്ദാറാനി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പാതിരാത്രിയുടെ നിശബ്ദതകളിൽ അള്ളാഹുവിനോട് കൂടുതൽ മുനാജാത്തിലായി, അഭിമുഖ സംഭാഷണത്തിലായി അള്ളാഹുവുമായിട്ട് കൂടുതൽ ലയിച്ചു ചേരുന്ന ഒരു വലിയ ത്യാഗിയാണ്, ഒരു വലിയ സൂഫിയാണ്. ഒരിക്കൽ അദ്ദേഹം അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിനിടയിൽ സംസാരിച്ച ഒരു ഭാഗം ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം അള്ളാഹുവിനോട് എത്ര സിമ്പിളായി, വളരെ ആധികാരികമായി അള്ളാഹുവിനോട് കൂടുതൽ ആത്മാർത്ഥമായി, സ്വാതന്ത്ര്യത്തോടുകൂടി അള്ളാഹുവിനോടുള്ള കൂടുതൽ കടപ്പാടുകളോടെ അദ്ദേഹം ആവശ്യപ്പെട്ടത്, ലഇൻ താലബ്തനി ബിദംബി, പടച്ചവനെ, നാളെ നിന്റെ മുന്നിൽ ഞാൻ എത്തുമ്പോൾ നീ എന്റെ പാപങ്ങൾ എടുത്തു വെച്ചിട്ട് നീ എന്നോട് ഏതെങ്കിലും തരത്തിൽ എന്നെ നീ ശിക്ഷിക്കുവാൻ തീരുമാനിച്ചാൽ, ആ സെക്കൻഡിൽ അത്ലുബന്നക ബി അഫുവിക, ഞാൻ നിന്റെ മുന്നിൽ നിന്റെ അഫുവെന്ന് പറയുന്ന മഹാ അനുഗ്രഹത്തെ ഞാൻ എടുത്തു വെക്കും. ഞാൻ ചെയ്തു പോയ പാപങ്ങൾ ഓരോന്നും നീ എന്നോട് ചോദിക്കാൻ നിന്നാൽ ഞാൻ നിന്റെ മുന്നിൽ, നീ ഏറ്റവും വലിയ അഫുവുള്ളവനല്ലേ അള്ളാഹുവെ, ആ അഫുവിനെ ഞാൻ നിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കും. നിനക്ക് അഫുവ് ചെയ്യാൻ ആരുടെയും ഒത്താശയോ ആരുടെയും ഏതെങ്കിലും നിലയിലുള്ള നിർദ്ദേശമോ ഒന്നും ആവശ്യമില്ലാത്തവനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അഫുവിനെ നിന്റെ മുന്നിൽ സമർപ്പിക്കും. ഇനി അതല്ല, ലൈൻ ത്വാലബ്തനി ബിബുഖ്ലി, ഞാൻ ഏതെങ്കിലും നിലയിലുള്ള ലുബ്ധ് കാണിച്ചു എന്നതിന്റെ പേരിൽ, ഇബാദത്തിൽ ലുബ്ധ് കാണിക്കാം, സമ്പത്ത് ചെലവഴിക്കുന്നതിൽ ലുബ്ധ് കാണിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ എന്റെ ബുഖ്ലിനെയാണ് നീ നാളെ പരലോകത്ത് എന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് എങ്കിൽ ഞാൻ നിന്റെ മുന്നിൽ നിശ്ചയമായും ലഅത്ലുബന്നക ബിസഖായിക, നീ വലിയ ധർമ്മിഷ്ഠനാണ്, നീ വലിയ ധർമ്മം ചെയ്യുന്നവനാണ്, നീ വലിയ ഔദാര്യവാനാണ് എന്ന ആ ഒരു വലിയ നിഅമത്തിനെ, നിന്റെ ഒരു വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് തരുന്ന ആ ഒരു ധർമ്മം, ആ ഒരു വലിയ ഔദാര്യം, അത് ഞാൻ നിന്റെ മുന്നിൽ സമർപ്പിക്കും തമ്പുരാനെ. 3-ാമത് മഹാനവറുകൾ പറഞ്ഞത്, നീ എന്നെ ലഇൻ അദ്ഖൽതനി അന്നാറ, നീ എന്നെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ, നിന്റെ കോപം കൊണ്ട് നീ എന്നെ നരകത്തിലേക്കാണ് വലിച്ചെറിയുന്നതെങ്കിൽ ഞാൻ നരകത്തിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി, ലഅഖ്ബർതു അഹ്ലന്നാർ, നരകാവകാശികളെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് ഞാൻ അവിടെ പറയും, ഇന്നി ഖദ് ഉഹിബ്ബുക, എനിക്ക് നിന്നോട് വലിയ ഇഷ്ടമായിരുന്നു എന്ന്. കാരണം നിന്റെ നിന്റെ ഹബീബിനെ ഒരിക്കലും നീ നരകത്തിൽ പ്രവേശിപ്പിക്കില്ല എന്നറിയാം. അതുകൊണ്ട് നീ എന്നെ നരകത്തിലിടാൻ തീരുമാനിച്ചാൽ എല്ലാവരോടും ഞാൻ പറയും, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന്. ഇതൊരു നിസ്സാരമായ ഒരു മുനാജാത്തായി നമ്മൾ കാണാൻ പാടില്ല. 3 കാര്യങ്ങളാണ് മഹാനായ അബൂ സുലൈമാൻ ഉദ്ദാറാനി റഹിമഹുല്ല അള്ളാഹുവിനോട് പറഞ്ഞത്. 1, ചെയ്തു പോയ പാപങ്ങൾ. നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ, എത്ര വലിയ പാപം ചെയ്താലും അള്ളാഹുവിന്റെ അഫ്വ് അതിന്റെ മുകളിലാണ്. കടലിന്റെ നുരയേക്കാൾ പാപം ചെയ്താലും അള്ളാഹുവിന്റെ അഫ്വ് അതിനേക്കാൾ ഔസആണ് എന്നുള്ളതാണ്. ആ ഔസആയ അഫ്വ് കൂടുതൽ വാരി വിതറുന്നത് ഈ വിശുദ്ധമായ റമളാനിലാണ്. 2-ാമത് അദ്ദേഹം പറഞ്ഞത്,